Hey guys, #8. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ കൂടെ വൈശാഖും അമറും ഉണ്ട്. സ്ഥിരം കസ്റ്റമർ, എപ്പോഴും വ്ളോഗിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ഗൈസ്, വിടുത്തിട്ട് അപരാധങ്ങൾ പറയുമ്പോൾ എനിക്ക് വ്ളോഗ് തുടങ്ങാനുള്ള ഒരു മൂഡ് കിട്ടിയ കാര്യം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തുടങ്ങുമ്പോ വരുമ്പോഴേ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. രണ്ടു വട്ടം കൂടി സെറ്റാക്കി ഇവിടെ ഇരുന്നിട്ട് അപരാധങ്ങൾ പറഞ്ഞോണ്ടിരിക്കാം. കൂടെ നമുക്ക് അദ്വൈതം കൂടി വരുന്നുണ്ട്. അപ്പൊ ഷാജിക്കൂട്ട് അവനിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഷാജിനൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പൊ വരാം. വരുന്നവരും പോകുന്നവരും എല്ലാരും അപരാധം പറഞ്ഞോണ്ടിരിക്കാന്ന് ഇവരെ പണി. ഗൈസ് ഒന്നുമില്ല, കേട്ട് ചിരിച്ചിട്ടാണ് ഞാൻ ബ്ലോഗ് തുടങ്ങാന്ന് വെച്ച് തുടങ്ങിയത്. ഇപ്പൊ പറയാം. അപ്പൊ ഗൈസ് ഒട്ടും മൂടുണ്ടായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോ തന്നെ ഒരു മൈൻഡ് ഒക്കെ ആയിരുന്നില്ല. പക്ഷെ ഇവരെ കൂട്ടിട്ട് വന്നിട്ട് ഇവിടെ കളി കണ്ടിട്ട് ഇറക്കിയത് എടുക്കണം എന്ന് തന്നെ തോന്നി. അങ്ങനെ ഞാൻ എടുത്തതാണ് കഴിച്ച്. രണ്ട് അപരാധങ്ങൾ കൂടിയിട്ട് എന്നെ ചിരിപ്പിച്ച് അങ്ങ് എടുത്തിട്ട് അല്ലോ അമറെ ഞാൻ പോകുന്നതിൽ വിഷമമുണ്ടോ അമറെ? ഇല്ല. നിക്കോ എനിക്ക് എന്തിനാ നീ അങ്ങനെ പറഞ്ഞ? ഞാൻ പോകുമ്പോഴത്തേക്കും ഷാജിക്കൂട്ടിനെ ഇവിടെ എത്തിച്ചു കൊടുത്തു. വണ്ടിയിൽ വരുമ്പോഴായിരുന്നു അദ്ദേഹം വിളിച്ചിട്ട് പറയും എന്നെ കൂട്ടാൻ പറഞ്ഞ സ്റ്റേഷനിലെത്തി. കൊച്ചി പോയ എല്ലാ ബാംഗ്ലൂർ വാസികൾക്കും വരുന്ന ഓരോരോ മൈനാണ്. ഒരുത്തം മുമ്പ് ഒരുത്തനും എന്തായാലും കേറി വരും കാശ്. അതാണ് ഇവിടുത്തെ ഒരു ചിട്ട. അങ്ങനെ തരൂല. ഒരുത്തം മുമ്പ് അടുത്തം അത് തുടക്കൂട്ടുന്ന വൈശാഖാണ്. ഇന്ത്യൻ റെയിൽവേ എനിക്ക് വിഷു ഹാപ്പി ജേർണി പറയുന്നു ഗൈസ്. അതിന്റെ ഇടയില് മര്യാദക്കില്ല. ഹാപ്പി ജേർണി എന്നാലും അങ്ങനെ പറയാ. താങ്ക് യു ഇന്ത്യൻ റെയിൽവേ. ആ ചേച്ചി പറയാൻ അറിയുന്നില്ലടാ വിൽക്കുന്നു. ഇന്ത്യൻ റെയിൽവേ പറയുന്നു അവിടെ ലിഫ്റ്റില് പോകുന്ന സ്റ്റെപ്പ് ഉണ്ട്. കാലിനടിയാണ് നമ്മുടെ നല്ലത്. കാലിന്റെ തടിയെല്ലാം കാണുന്നില്ല. ഒന്ന് നടന്നൂടെ? ഇതിന്റെ ഉള്ളില് ഗ്ലാസ് ഇല്ല. തുറക്കുന്നില്ലല്ലോ കൊറേ സമയം. വണ്ടിയെല്ലാം മേടിച്ചിട്ടേ ഓരോ അപരാധം കേട്ടിട്ട് ഞാനങ്ങ് മൂടായി കാശ്. ഹർഷൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ട്രെയിൻ ഓടിക്കുന്നത് ഡ്രൈവർ ഇപ്പൊ വരാം. നീ ട്രെയിൻ ഓടിക്കാൻ പറ്റും. നമ്മുടെ ട്രെയിനിന്റെ ഉള്ളിൽ കയറാൻ പോകുന്നു ഗൈസ്. അതൊന്നുമില്ല, അവരെന്തായാലും ട്രെയിൻ ഓടിക്കാനാണ്. ചാവി എടുക്കാൻ പോയാ മറന്നോട്ടെ. ആരും വിചാരിക്കണ്ട, നമുക്ക് പ്രാന്തൊന്നല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള വിശ്വസിച്ചല്ലേ ഞാൻ കാഴ്ച ഗൈസ്. ഇവിടെ ഇനി എന്തെല്ലാം അവരത് നടക്കാൻ പോകുന്നതല്ല ഞാൻ കാഴ്ച ഗൈസ്. ഓക്കെ, ഞാനിങ്ങനെ ഒന്നല്ല കഴിച്ചതിനപ്പുറം കൂടിയ പാടിങ്ങനെ. ഇത് രാവിലെ എണീച്ച് എന്നെ കൂട്ടാൻ വന്നപ്പോ തൊട്ട് എന്തോ പട്ടി അടിച്ചോ എന്തോ പ്രാന്ത രണ്ടും കടി കളിക്കുന്നത് ഗൈസ്. പിന്നെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് സന്തോഷമുള്ളൂ. അതെ, അപ്പൊ ഇതുപോലത്തെ ഓരോന്നോരോന്ന് തിരിച്ചു വരും. അപ്പൊ തിരിച്ചു പോകാനല്ലേ. അതെ,
ഗായ്സ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഉറങ്ങാണ്ട് 5 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു ഗായ്സ്. ഞാൻ ഉറങ്ങുമ്പോ പോലും റൂമിന്റെ പുറത്ത് ഹോളിൽ ഒരു 5 മണി വരെ അവർ ഉറങ്ങാണ്ടെന്ന് ഗായ്സ്. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ഹർഷയ്ക്ക് വേണ്ടി. ഹർഷയ്ക്ക് വേണ്ടി. പിന്നെ അല്ല ഗായ്സ്, സ്നേഹം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കാൻ വരാത്തത് ഗായ്സ് പറഞ്ഞ പോലെ പറയാൻ മറക്കുന്നല്ല ഗായ്സ്. എനക്കറിയാം നിങ്ങൾ ചെയ്യുന്നേ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ പറയാം ഗായ്സ്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം ഗായ്സ്. പറ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. കയ്യിൽ നിന്ന് എല്ലാം ചെയ്യണം. മറ്റൊരു ബ്ലോഗ് അടിച്ചു കാണുന്ന നീ ചെയ്താ ഞാൻ ഇതിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കി ഗൈസ്, പക്ഷെ പറ്റിയില്ല. തിരിയുന്ന തിരിയോ ഗൈസ്, അത് കിട്ടിയായിരുന്നെങ്കിൽ സന്തോഷമായിട്ട് ഇരുന്നിട്ടും എല്ലാം പോവായിരുന്നു. ഇപ്പൊ ലോക്കലിൽ പോണം ഗൈസ്. എന്തായാലും എല്ലാ എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എന്തായാലും കേറി നോക്കാം ഗൈസ്. കമോൺ. ഒടുക്കത്തെ വെയിറ്റ് ബാഗിന്. ഇതില് പോയി കേറിയത് എനിക്ക് കണ്ടിട്ട് ഗൈസ് വേറൊന്നും കണ്ടിട്ടില്ല. നോക്കൂ ഗൈസ്, നിങ്ങൾ ഹർഷ നിങ്ങളെ കൂട്ടാണ്ട് പോവുകയാണ്. വൈശാഖ ഹർഷ എവിടെ? ഹർഷ കണ്ടോ ഗൈസ്, ഹർഷ നിങ്ങളെ കൂട്ടാണ്ട് പോയിരിക്കുന്നു. ബൈ ബൈ. അപ്പൊ എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. സീറ്റ് കിട്ടിയിരിക്കുന്നത് ഡോറിന്റെ അടുത്ത് തന്നെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു. ഡോറല്ല, ജനല്. കുറച്ച് അപ്പുറം എത്തുമ്പോഴത്തേക്കും ഞാൻ മുകളിൽ കയറി കിടന്നുറങ്ങുന്നതായിരിക്കും. ഞാൻ എന്നാ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് കണ്ണു തുറക്കുമ്പോ വരാം ഗൈസ്. ഓക്കെ, മറ്റേ ഇതോടുകൂടി എന്റെ പ്രസൻസ് യൂട്യൂബിൽ ഈ ബ്ലോഗിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിടെ വീട് മതി കരയണ്ട. അപ്പൊ ഇനി 2-3 ദിവസം കൈവേദനിക്കുന്നു ഗൈസ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഷാജിക്കോട്ടെ എത്തിയിരിക്കുന്നു ഗൈസ്. കരളിന്റെ കരളും ചങ്കിന്റെ ചങ്കുമായ നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്വൈത് ഷാജി ഏതാനും നിമിഷങ്ങൾക്ക് ഈ വഴി കടന്നു വരുന്നതാണ്. ബമ്പിളിടാനില്ലേ, പുതിയ ബമ്പിളിടാനിലെ ലുക്ക് ഗൈസ്. അദ്വൈത് അങ്ങനെ എത്തിയിരിക്കുന്നു ഗൈസ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോ അദ്വൈത് ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ഏതാ മുടിയിലെടുത്തിട്ട് ഇത് ഈ കാട്ടിന്റെ പേരൊക്കെ പറയണം, തന്നെ മുറിക്കണം. മെഷറാക്കിട്ട് എടുത്താനാ സർജറിയോ? അവന്റെ വീട്ടിൽ സാധനം ഒരു മുട്ടയുണ്ടായിരുന്നു ഗൈസ്. കൂരി വന്നിട്ട് സർജറി ഒക്കെ വരും. ഓക്കെ ഗൈസ്, അതിനെ കണ്ടതോടെ എന്തായാലും സന്തോഷമായി. ഇനി ഞാൻ സമാധാനത്തോടെ പോകുന്നതായിരിക്കും ഗൈസ്. അമറിനൊരു കൂട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു ഗൈസ്. വെച്ചിട്ട് വരാനി അവന്റെ ഫ്രണ്ട് വണ്ടിയുടെ പാർക്കാക്കി. ഫ്രണ്ട് അത് ബാക്ക് എഞ്ചിൻ എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. എന്തായാലും ഞാൻ ഇനി ട്രെയിനിൽ കയറട്ടെ. 7 മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത്. ഒരു 1/4 മണിക്കൂർ കൂടി കുറച്ച് സംസാരിച്ചിട്ട് ഞാൻ ട്രെയിനിൽ കയറട്ടെ ഗൈസ്.
ഓക്കെ ബൈ. ഗൈസ് സമർ എനിക്ക് എന്തോ സർപ്രൈസ് വെച്ചിരിക്കുന്നു ഗൈസ്. ഗിമി ഇത് ഇവിടുന്ന് കാസർഗോഡ് ഇമ്പോർട്ടന്റ് ചെയ്ത സാധനം. ഇമ്പോർട്ട് ചെയ്ത സാധനം. ഓക്കെ ഗൈസ് സമർ ഗിമി കൊടുക്കണമെന്നില്ല. കിട്ടി ഗൈസ് കിട്ടി. ഓക്കെ സമർ നന്മ കാണിക്കാൻ പോകുന്ന ഗൈസ്. നന്മയും സ്വച്ഛ് ഭാരത്, സ്വച്ഛ് ഭാരത് കീപ് ഇന്ത്യ ക്ലീൻ, ക്ലീൻ ഇന്ത്യ കീപ്. കുറച്ചപ്പുറം പോകുമ്പോ വണ്ടിയിൽ പോകുമ്പോ ഇവരെങ്ങനെ പോവാണ് ഗൈസ്. ടാറ്റ ബൈ ബൈ. അപ്പൊ ഞാൻ അടുത്ത ഇപ്പൊ ഒരു 3 ദിവസം ഞാൻ വരും, കാണാം. ഓക്കെ ബൈ. ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും പോയി ട്രെയിനിൽ കയറട്ടെ ഗൈസ്. എന്തായാലും ഞാൻ പോവാണ് ഗൈസ്. ഇവരെടുത്തിരുന്ന് ആവില്ല, അവരെങ്ങനെ പോവാണ് ഗൈസ്. ഓക്കെ അവര് പോയതോടെ എല്ലാം കൂടും പോയിട്ട് പോയവരെ തോന്നുന്നു. നോക്കട്ടെ, ഞാൻ എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. റെസ്റ്റ് എടുത്ത ശേഷം എണീറ്റപ്പാടെ വരാം. ബൈ. ഓർഗാനിക്കും മാസൊക്കെ കഴിഞ്ഞു കഴിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് വ്യൂസൊക്കെ ഉണ്ടാവും മലയൊക്കെ ഈ തവണ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരാളെ വിശ്വസിച്ച് തിരിച്ചിട്ട് പോകാൻ പറ്റാത്ത എന്താ എടുത്തിട്ട് പോകാൻ പറ്റുക പറയാൻ പറ്റില്ല. അങ്ങോട്ട് അദ്ദേഹത്തെ പോയിട്ടുണ്ടാവും സാധനം വരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ റിലേഷൻ നല്ലോണം വരുന്നുണ്ട്. വ്യൂസൊക്കെ കാണിച്ചാൽ കാണിക്കാട്ടെ. നമ്മളേതോ ഒരു സ്റ്റേഷനിലെത്തി. എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. എനക്കാണെങ്കിലും മടുപ്പ് പിടിച്ചെന്ന് തുടങ്ങി. ചൂടും തണുപ്പെല്ലാം കൂടിയിട്ട് ചുണ്ടൊക്കെ നോക്കിയ പൊട്ടി അങ്ങ് എത്തി. എന്താ പറയാ, ഉറക്കവും വരുന്നത്, നല്ലോണം ടയേർഡും ആണ്. ഒന്നും പറ്റുന്നില്ല. ഈ രാവിലെ പോകുന്ന പോക്കില്ലേ കാര്യം നടക്കത്തേ ഇല്ല കേട്ടോ. അമ്മ ഒരു ടാസ്കാണ്. ഈ ട്രെയിനിലാണെങ്കിൽ ഒരാളെ കിട്ടിയിട്ട് പോലും ഇല്ല സംസാരിക്കാന്ന് പറഞ്ഞാൽ. മലയാളിയാണെങ്കിലും അമ്മമാരെ വിശ്വസിക്കാൻ പറ്റാതെ കുറെ ഇരിക്കും. വേറെ ഒരു നമ്പർ എഴുതിച്ചിട്ട് എല്ലാവരും വിളിച്ച് ട്രൈ ആക്കി നോക്കണേ. ആരാണെന്ന് അറിയില്ല. എന്തായാലും വിളിച്ചിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കിക്കോ ഗൈസ്. കമന്റ് ഇടേ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ ഒരു ഓക്കെ ബാത്റൂമിൽ കയറി. ബാത്റൂമിൽ ചിലപ്പോൾ അധികം എങ്ങനെ ഉണ്ടാവും. അയ്യോ എനക്ക് വട്ടാവുന്ന ഗൈസ്. ഞാൻ നല്ലോണം ടയർഡാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ഒച്ച ഇട്ടിട്ടാണ് ഈ ട്രെയിനിൽ ഇവിടെ പോകുമ്പോൾ ഗുഹയിലൊക്കെ എത്തുമ്പോഴത്തെ ആൾക്കാർ ഒച്ചക്കാടൊക്കെ നടക്കും കൂക്കാൻ വേണ്ടിയിട്ട്. അതും കേട്ടിട്ട് എണീറ്റതാണ്. ഞാൻ നിങ്ങളുടെ കാണിച്ചരാ ഇരിക്കുന്നതോറും ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുന്നു. ഓ അങ്ങനെ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എനക്കൊന്നും പറയാനില്ല. ഇമാതിരി മടുത്തൊരു ട്രിപ്പ് എനക്കില്ലേ ഇല്ല. ഹാട്ടേക്ക് ചൂട് എടുത്തിട്ടില്ലേ, പൊള്ളിപ്പോയി. മുഖവും കയ്യും എല്ലാം ദേഹം മൊത്തം
ഇവിടെ തന്നെ ചെറുക്കൻ കൂട്ടാൻ വരുന്ന പറഞ്ഞാൽ ഈ ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നേരെ ചെറുക്കൻ്റെ കൂടെ പോവാം കഴിച്ച്. എന്നിട്ട് ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് നേരെ നാട്ടിലേക്കുള്ള ട്രെയിൻ പിടിക്കാം. ഇതൊക്കെ എന്നെ മുഖം ശ്രദ്ധിച്ചാൽ എന്നെ മനസ്സിലായി. മൊത്തത്തിൽ കൊല്ലിയിരുന്ന പോലെയുള്ള ഒമാതിരി ടാസ്ക് ആയിരുന്നു ഈ ട്രെയിൻ കഴിച്ച്. പുറത്തേക്ക് ഇറങ്ങട്ടെ ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ പണ്ട് കണ്ട ജംഗ്ഷൻ സ്റ്റേഷനേ അല്ല, മൊത്തത്തിൽ വിചലിപ്പിച്ചു പോയി. മൊത്തത്തിൽ വലുതായി പോയി സ്റ്റേഷൻ കെട്ടി പണിയെടുത്തോണ്ടിരിക്കുകയാണ് തോന്നുന്നത്. പറയാനില്ല ഗൈസ്. ചെറുക്കനെ വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും എനിക്ക് ഇരുന്നാ മതി എന്നുള്ളൂ. അമ്മാ ചത്തുപോയി. അങ്ങനെ ചെക്കൻ വണ്ടി എടുത്തിട്ട് നമ്മളെ കൂട്ടാൻ വന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. ബൈക്ക് ഗൈസ്. അങ്ങനെ ചെറിയൊരു പ്ലാൻ മാറ്റം ഗൈസ്. നമ്മൾ ട്രെയിനിൽ പോവാണ്ട് നേരെ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു ഗൈസ്. കാരണം വേറെ ഒന്നല്ല, ട്രെയിനിൽ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ചപ്പോഴത്തേക്കും ഒരുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു അനിയത്തിയാണ്. അവളെ കൂടെ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. ഞാൻ അവളെ തപ്പട്ടെ. ഓക്കെ, ആൾക്കാരെ പിന്നെ എത്തി നോക്കുന്നു. നീ ഇങ്ങനെ തിരക്കാണിക്കല്ലോ. എന്റെ എനിക്കാണോ തിരക്ക്? കള്ളും പിന്നെ പൊന്നാരി നെല്ലും കാവീടും 4 കിലോ വെച്ചേ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പോകുന്നു ഗൈസ്. കുറച്ചെടുത്തിലെത്തും. ഞാൻ ആ ബസ്സിൽ അവളെ കണ്ട്, രച്ചുവൻ്റെ അനിയത്തിയാ. അപ്പോൾ അവളെ കണ്ടിട്ട് ബസ്സിൽ കയറിയിട്ടായിട്ട് ഞാൻ അവളെ എടുക്കാമെന്ന് വിചാരിച്ച് വെക്കുമ്പോഴത്തേക്ക് ബസ്സിൽ കയറുമ്പോഴത്തേക്കും വൻ തിരക്ക് ഗൈസ്. തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ തിരക്ക് കഴിഞ്ഞിട്ട് ഒരു സീറ്റും കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നല്ല ഉറക്കമായി ഗൈസ്. തിരക്ക് അപ്പം അമ്മാതിരി ക്ഷീണമായിരുന്നു. എന്നിട്ട് കാസർഗോഡ് എത്തിയതവിടെ അവൾ ഇറങ്ങിപ്പോയി. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവൾ ഇങ്ങേരു ഡോഗിൽ കൊണ്ടുവരാം. എന്നിട്ട് കാസർഗോഡ് ഇറങ്ങിയിട്ട് കാസർഗോഡ് നീലേശ്വരത്തേക്കുള്ള ബസ് കിട്ടിയില്ല. സോ നേരെ കാഞ്ഞങ്ങാട് പോയി. കാഞ്ഞങ്ങാട് നേരെ നീലേശ്വരത്തേക്ക് എത്തി. ഇപ്പോൾ നടന്നിട്ട് വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഈ രാത്രി എനിക്ക് അമ്മേൻ്റെ അടുത്ത് വ്ളോഗും പോകാൻ ചെന്ന് കയറാൻ പറ്റൂല. അമ്മേരെ വായിലിരിക്കുന്നൊക്കെ കിട്ടിയിരുന്നു. അത് നിങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒട്ടും താല്പര്യമില്ല ഗൈസ്. സോ അമ്മേനെ അടുത്തൊരു വ്ളോഗിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, വേസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായി മാറി ഗൈസ്. അമ്മാതിരി ക്ഷീണിച്ചു പോയി ഞാൻ. അയ്യോ. സോ അടുത്ത നല്ലൊരു വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.